ഹായ്, ഇന്നൊരു ഹിന്ദി സിനിമയാണ് ലാപത്ത ലേഡീസ് ഡയറക്റ്റഡ് ബൈ കിരൺ റാവു. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആമിർ ഖാനാണ്. വളരെ രസകരമായിട്ടുള്ള ചെറിയൊരു സിനിമയാണ്. അത്യാവശ്യം തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ചില അനാചാരങ്ങൾ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ചില നീതി നിഷേധങ്ങൾ, അതായത് ഈ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ, വിദ്യാഭ്യാസമില്ലായ്മ, അവർക്ക് സ്വന്തം പാർട്ട്ണറിനെ പോലും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥകൾ, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, ഇങ്ങനെയുള്ള പല പല വിഷയങ്ങൾ ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഹിന്ദി സിനിമയെ സംബന്ധിച്ചിടത്തോളം മെലോ ഡ്രാമാറ്റിക് ആക്കി കരഞ്ഞ് പിഴിഞ്ഞ് കുളവാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും ഇതൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് രസകരമായിട്ട് നമ്മുടെ കിരൺ റാവു ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു സിനിമയാണ്. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ദീപക് എന്നാണ് ഈ സിനിമയിലെ ഹീറോയുടെ പേര്, അതായത് കഥാപാത്രത്തിൻ്റെ പേര്. ദീപക് ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് അവൻ്റെ ഭാര്യ, അതായത് നവവധുവായിട്ട് ഇവൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരും. ട്രെയിനിലാണ് വരുന്നത്. അപ്പോൾ ട്രെയിനിൽ കയറുന്ന സമയത്ത് നല്ല തിരക്കുള്ള നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ വണ്ടിയാണല്ലോ, നല്ല തിരക്കുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ കല്യാണം കഴിഞ്ഞാൽ ഇവർ തലയിൽ കൂടി ഒരു ഷോൾ ഇങ്ങനെ ഇടുമല്ലോ, സ്ത്രീകൾ ഇവിടം വരെ മറക്കുന്ന രീതിയിൽ. മുഖമൊന്നും നമുക്ക് കണ്ടാൽ തിരിച്ചറിയില്ല, ആരാ എന്താണെന്ന് തിരിച്ചറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത്, ട്രെയിനിൽ കയറുന്ന സമയത്ത് ഇവളുടെ ഇതേ സാരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ രണ്ട് കപ്പിൾസ് കൂടി ആ ട്രെയിനിലുണ്ട്. അതായത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പോലെ തന്നെ തോന്നും, പിന്നെ മുഖം കാണുന്നില്ലല്ലോ. അങ്ങനെ ട്രെയിനിൽ കയറും, അവരുടെ അടുത്ത് തന്നെ സീറ്റും കിട്ടും. അങ്ങനെ ഇവർ ഉറങ്ങി ഇവൻ്റെ സ്റ്റേഷൻ, അതായത് ഇവൻ്റെ ദീപകിൻ്റെ നാട്ടിലെത്തുന്ന സമയത്ത് ദീപക് എന്ത് ചെയ്യും, ഈ ചുവന്ന സാരി എടുത്ത പെണ്ണിനെ ഇങ്ങനെ വിളിച്ചിട്ട് ആ പെണ്ണിനെ കൊണ്ട് സ്റ്റേഷനിൽ ഇറങ്ങും. അങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങി ബസ് കയറി വീട്ടിലെത്തുന്ന സമയത്താണ് തിരിച്ചറിയുക ഇത് ദീപകിൻ്റെ ഭാര്യയല്ല. അതായത് ദീപകിൻ്റെ നായിക ഫൂൽ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഇത് ഫൂൽ അല്ല, ഇത് വേറൊരാളാണ്. ജയ എന്ന മറ്റാണ് ക്യാരക്ടറിൻ്റെ പേര്. അവർ പുഷ്പറാണി എന്നാണ് ആദ്യം പറയുക. പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആദ്യം കുറേ തെറ്റിച്ച് പറയും. അതിന് വേറൊരു കാരണമുണ്ട്, നിങ്ങൾക്ക് സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാകും. അപ്പോൾ വീട്ടിലെത്തുന്ന സമയത്ത് ഇവന് മനസ്സിലാവും ഇത് ഇവൻ്റെ ഭാര്യ അല്ലാന്ന്. ഇവൻ്റെ ഭാര്യ ആക്ച്വലി ട്രെയിനിൽ തന്നെ ഉണ്ട്. ഈ പെണ്ണ് ട്രെയിനിൽ കിടന്ന് ഉറങ്ങിയിട്ട് വേറെ ഏതോ സ്റ്റേഷൻ എത്തുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടാകുമ്പോഴത്തേക്ക് അവിടെ ഒരുത്തൻ ഭാര്യയെ കാണാനില്ലാതെ നിൽക്കുന്നുണ്ടാവുമല്ലോ. അതായത് ഈവൻ വിളിച്ച് ദീപകിൻ്റെ കൂടെ വന്ന പെണ്ണിൻ്റെ ഭർത്താവ് ട്രെയിനകത്ത് ഉണ്ടാവും, അവനോടെ ഭാര്യയില്ലാതെ അവിടെ നിൽക്കുന്നുണ്ടാവും. പ്രദീപ് എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അത്യാവശ്യം നെഗറ്റീവ് ഷെയ്ഡിലൊരു കഥാപാത്രമാണ്. അങ്ങനെ അയാൾ പോകും. അങ്ങനെ നമ്മുടെ ഫൂൽ വേറെ ഏതോ ഒരു സ്റ്റേഷനിൽ ബാക്കിയാകും. ഓക്കെ, ആ സ്റ്റോറി പാരലായിട്ട് വേറെ തന്നെ പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ ദീപക്കും ജയയും ചേർന്ന് ഫൂലിനെ കണ്ടുപിടിക്കാനുള്ള ചില ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. വളരെ രസകരമായിട്ടൊരു സീൻ എന്താ വെച്ചാൽ, നമ്മുടെ ദീപക്ക് പോലീസ് സ്റ്റേഷനിൽ പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ പോലീസിൽ സ്റ്റേഷനിൽ ഒരു SI ഉണ്ടാവും. അപ്പോൾ മനോഹർ എന്ന് മറ്റാണ് ക്യാരക്ടറിൻ്റെ പേര്. ഈ ക്യാരക്ടർ ചോദിക്കും, എന്തോ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയെ കാണുന്നില്ല, ഭാര്യയെ കാണാതായെന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, ഈ പോലീസുകാരൻ പറയും, നിനക്ക് എങ്ങനെ സാധിക്കുന്നതാ, ഞാൻ എൻ്റെ ഭാര്യയെ കളയാൻ നോക്കിയിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, പക്ഷെ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്. അത് വളരെ രസകരമായിരുന്നു. ഇങ്ങനെയുള്ള ചില പൊടി തമാശകളൊക്കെ സിനിമയുടെ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നുണ്ട്. രസമാണ് കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഫൂല് വേറെ ഏതൊരു സ്റ്റേഷനിലെത്തി ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ വെച്ചിട്ട് മഞ്ജു ബായ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ, ഒരു പെണ്ണുങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ സ്റ്റേഷനിൽ ഒരു ടീ സ്റ്റോൾ നടത്തുന്ന ആളാണ്. അപ്പോൾ അവരുടെ ലൈഫ് പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ആ ക്യാരക്ടറൈസേഷനും നല്ല രസകരമായിരുന്നു. അപ്പോൾ സോഷ്യലി നിലനിൽക്കുന്ന കുറേ പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. 2001 മറ്റോ ആണ് ഈ സിനിമയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. നിർമ്മൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, അതായത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആ ഒരു സ്ഥലമൊക്കെയാണ് ഒരു ഉദ്ദേശിച്ചിട്ടുള്ളത്. നല്ല രസമാട്ടോ, വിഷ്വലി ഇത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങൾ, കൃഷി, അതൊക്കെ കണ്ടിരിക്കാനായിട്ട് വിഷ്വലി നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ മ്യൂസിക്കും നല്ല അടിപൊളിയായിരുന്നു. അനാവശ്യമായിട്ടുള്ള സെന്റിമെന്റ്സോ കാര്യങ്ങളൊന്നുമില്ല, വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറിൽ താഴെ ഡ്യൂറേഷനുള്ള ഒരു കുഞ്ഞിപ്പടം കണ്ടിരിക്കാം, ലാപത്ത ലേഡീസ്. അപ്പോൾ കാണുക. ഡയറക്റ്റഡ് ബൈ കിരൺ റാവു.